ഇറ്റ്സ് മീ സവിതാചാർസ് ഫ്രം പൂത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് ലിനൻ കോട്ടണിൽ വന്നിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡിലുള്ള സാരികളുടെ കളക്ഷൻ ആണ്. നമ്മൾ കോട്ടണിൽ, അതായത് പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ ലിനൻ കോട്ടൺ ഉള്ളതൊക്കെ ചെയ്തിരുന്നു. ഇത് അങ്ങനെയല്ല, ലിനൻ കോട്ടന്റെ തന്നെ റിപ്ലിക്കയിൽ വന്നിട്ടുള്ളതാണ്. നമുക്കത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം തന്നെ ഇൻഡിഗോ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 699 ആണ്. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9444 ആണ്. 9444 ആണ് ഇതിന്റെ സെർച്ച് കോഡ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് പ്രിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ലിനൻ കോട്ടന്റെ റിപ്ലിക്കയിലാണ് ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. അങ്ങനെ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ്. വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. നോർമലി ഉള്ള ആ ഒരു ഇൻഡിഗോയുടെ പോലെ നമ്മുടെ കയ്യിൽ ആ ഒരു ഇൻഡിഗോ ഷെയ്ഡ് വരികയോ അങ്ങനെയൊന്നുമില്ല. റിപ്ലിക്കയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്ക് ഇതിന്റെ ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ജയ്പൂർ കോട്ടൺ പോലെയുള്ള അതിന്റെ പ്രിന്റ് പോലെയുള്ള ഫ്ലവേഴ്സിന്റെ ലീവ്സിന്റെ ഒക്കെ പ്രിന്റ് തന്നെയാണ് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. നമുക്കിതിന്റെ പല്ല് ഒന്ന് നോക്കാം. പല്ല് വരുന്നതും അതേപോലെ തന്നെ അതിനോടൊരു മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു പ്രിന്റ് ആണ്. ആ ഒരു ജയ്പൂർ കോട്ടന്റെ ഒക്കെ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് തന്നെയാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും പ്രിന്റിൽ തന്നെയാണ്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അതുപോലെ സാരിയുടെ രണ്ട് സൈഡിലും സിൽവർ ജെറി പോലെ പോകുന്നുണ്ട്. ഡെയിലി വെയർ ആയിട്ട് വർക്കിംഗ് വുമൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് വളരെ കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. പ്രൈസ് വന്നിരിക്കുന്നത് 699. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9444 ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. പല്ല് വരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് സാരി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും ഇൻഡിഗോയിൽ തന്നെയാണ്. നമ്മൾ ഇതെല്ലാം തന്നെ കാണുന്നത് ഇൻഡിഗോയിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ് നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്. ഇതിന്റെ പല്ല് വരുന്നതും ഈ ഒരു പാറ്റേണിലാണ്. എല്ലാം തന്നെ പ്രിന്റിലാണ് കേട്ടോ പല്ല് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും സെയിം ആ ഒരു നമ്മള് എന്താ പറയാ സാരിയുടെ ബോഡി പാർട്ടിൽ കാണുന്ന സെയിം പ്രിന്റിൽ തന്നെയാണ് ബ്ലൗസ് പീസും വന്നിരിക്കുന്നത്. സാരിയുടെ ബോഡിയിൽ ഫുൾ ആയിട്ടും ഒരു പ്രിന്റ് പോകുന്നുണ്ട്. ഈ അജ്രക്കിന്റെ ഒക്കെ ഒരു പ്രിന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രിന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ ആയിട്ടും ഒരു പ്രിന്റ് തന്നെയാണ് പോകുന്നത്. നോർമലി നമ്മൾ ഇൻഡിഗോ സാരീസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞാൻ ഈ പ്രസന്റ് ചെയ്യാനായിട്ട് പിടിച്ചാലും അതിന്റെ ഒരു പൗഡർ ഫോം ഉണ്ടല്ലോ, ഇൻഡിഗോയുടെ ഒരു പൗഡർ ഫോം ഉണ്ടല്ലോ. ഇൻഡിഗോ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പൗഡർ ഫോം നമ്മുടെ കയ്യിലാവും. എന്നാൽ ഇത് റിപ്ലിക്ക ആയതുകൊണ്ടും ഇതിനകത്ത് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കിലാണ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് വുമൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പ്രൈസ് വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ തന്നെ 699 ആണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു അജ്രക് പ്രിന്റിന്റെ സ്റ്റൈലിലാണ് ഇതിനകത്തുള്ള ഡിജിറ്റൽ പ്രിന്റ് പോകുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാം തന്നെ ഇൻഡിഗോ ഷെയ്ഡിൽ തന്നെ. അതിന്റെ ബോർഡർ വരുന്നതും അതുപോലെ തന്നെ ആ സൈഡിൽ ഒരു സിൽവർ സെറി പോലത്തെ ഒരു വർക്ക് പോകുന്നുണ്ട്. പല്ലു പാർട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് കയറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചും കൂടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും സെയിം പാറ്റേണിൽ തന്നെയാണ്. അതിന്റെ തന്നെ ചെറിയൊരു പ്രിന്റ് ആയിട്ടാണ്. നമ്മൾ ബോഡിയിൽ ഫുൾ വലിയ പ്രിന്റ് ആണെങ്കിൽ ബ്ലൗസ് പീസിലേക്ക് പോകുമ്പോൾ ചെറിയ പ്രിന്റ് ആയിട്ടാണ് അത് വരുന്നത്. നല്ല ഭംഗിയുള്ള കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 699. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇൻഡിഗോയിൽ തന്നെ വേറൊരു പ്രിന്റിലാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഡിഫറെന്റ് പ്രിന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പല്ലു പാർട്ട് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. നല്ല ഭംഗിയുള്ള പാറ്റേണിലാണ് എല്ലാ പ്രിന്റ്സും വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എല്ലാ സാരിയുടെയും പല്ലുവിന്റെ താഴെയായിട്ട് ടെസലും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്ക് ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്ന് നോക്കാം. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്രിന്റിൽ തന്നെയാണ്. വേറൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ബോഡി ഫുൾ ആയിട്ടും പ്ലാന്റിന്റെ ഒരു പാർട്ടിന്റെ പിക്ചറാണ് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഇൻഡിഗോയിൽ വന്നിട്ടുള്ള സാരികളാണ് നമ്മൾ കാണുന്നത്. 699 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് അതിലും മനോഹരമായിട്ടുള്ള പ്രിന്റിലാണ്. സെൽഫ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു വൈറ്റ് കളർ ബോഡിയിലേക്ക് അധികം കൊടുക്കാതെ തന്നെ ലൈറ്റ് ഇൻഡിഗോയിൽ തന്നെയാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. ഇതിന്റെ ആ ഒരു ബോർഡർ പാർട്ടിലേക്ക് വരുമ്പോൾ വൺ സൈഡിനകത്തായിട്ടാണ് കുറച്ച് വലിയൊരു പ്രിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. അതുപോലെ ഒരു സിൽവർ കളറിലുള്ള സെറി ഇങ്ങനെ ചുറ്റും പോകുന്നുണ്ട്, രണ്ട് സൈഡിലും പോകുന്നുണ്ട്. പല്ല് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ്. ഇനി നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്ന് നോക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 699 ആണ്. നമ്മൾ കാണുന്നതും എന്താ പറയുന്ന ഇൻഡിഗോയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള ചെറിയൊരു പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഒരു അജ്രക്കിനോട് സാമ്യമുള്ള ഒരു തരത്തിലുള്ള പ്രിന്റ് ആണ്. ഇതിന്റെ പല്ല് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്, പ്രിന്റിൽ തന്നെയാണ്. ബ്ലൗസ് പീസ് വരുന്നതും നമ്മൾ ബോഡിയിൽ കാണുന്നതിനേക്കാളും കുറച്ചും ചെറിയൊരു പ്രിന്റ് ആണ്. സെയിം പ്രിന്റ് തന്നെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും സിൽവർ സെറി ഇൻക്ലൂഡഡ് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 699.
വരുന്നത് ഇൻഡിഗോയിൽ തന്നെ കുറച്ചും കൂടെ ചെറിയൊരു പ്രിന്റിലാണ്. എല്ലാം തന്നെ ചെറുതായിരുന്നു എങ്കിലും ഓരോന്ന് വരുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നതാണ്. അതുപോലെ തന്നെ സൈഡിൽ ഒരു പേസിലിയുടെ വലിയൊരു പ്രിന്റ് പോകുന്നുണ്ട്. നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻസ് വരുന്നത്. നമുക്കതിന്റെ പല്ലു ഒന്ന് നോക്കാം. പല്ലു വരുന്നത് ഈ ഒരു ഡിസൈനിലാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് കാണാം. ബ്ലൗസ് പീസ് വരുന്നത് ആ ബോഡിയിൽ പോയിട്ടുള്ള സെയിം പ്രിന്റിൽ തന്നെയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. എല്ലാം തന്നെ 699 വന്നിരിക്കുന്നത്. എനിക്കിത് ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ കഴിയും. ഇത് വർക്കിംഗ് വുമൻസിനൊക്കെ ഡെയിലി വെയർ ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് സാരികളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. വരുന്നതും ഇൻഡിഗോയിൽ തന്നെ വന്നിട്ടുള്ള ഒരു പ്രിന്റിന്റെ സാരി തന്നെയാണ്. ഓൾ ഓവർ ബോഡിയിൽ ആ ഒരു ഡിസൈൻ പോകുന്നുണ്ട്. ഒരു പ്ലാന്റിന്റെ പാർട്ടിന്റെ രണ്ട് സൈഡിലും ഒരു ബോർഡർ പോലെ പോകുന്നു. ഇതിന്റെ ഒരു സൈഡിൽ വലിയൊരു ബോർഡറും മറ്റേ സൈഡിൽ ചെറിയ ബോർഡറുമാണ് പോകുന്നത്. അതുപോലെ ഇതിന്റെ പല്ല് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു പ്രിന്റിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 699 ആണ്. ഇൻഡിഗോ കളക്ഷൻ ലാസ്റ്റ് വന്നിരിക്കുന്നത് സിഗ്സാഗ് പ്രിന്റിലാണ്. സിഗ്സാഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും തന്നെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണല്ലോ, ഡിസൈൻ ആണല്ലോ. ഇതിന്റെ വൺ സൈഡിൽ ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റ് പോകുന്നുണ്ട്. അതുപോലെ ആ സെറി സിൽവർ സെറി സെൽഫായിട്ടാണ്, അധികം അങ്ങനെ എടുത്തു കാണിക്കുന്ന രീതിയിലൊന്നും അല്ല സെറി വന്നിരിക്കുന്നത്. അതുപോലെ പല്ല് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ്, സിഗ്സാഗിലല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 699 ആണ്. ഒന്നുകൂടെ പറയട്ടെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ കോട്ടന്റെ റിപ്ലിക്കയിൽ വന്നിട്ടുള്ള സാരിയാണ്. പക്ഷെ നമുക്ക് കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലെ ഒഴുകി കിടക്കുന്ന തരത്തിലുള്ള ഒരു ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9444 ആണ്. 9444 ആണ് ഇതിൽ നമ്മൾ സൈറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യേണ്ട കോഡ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.poothrands.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ID വന്നിരിക്കുന്നത്. നിങ്ങളത് ആ ഒരു ID അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു സെർച്ച് കോഡ് ഉണ്ടല്ലോ, ആ സെർച്ച് കോഡ് അതിൽ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ എത്താൻ കഴിയുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ തന്നെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 പ്ലാറ്റ്ഫോമിലെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ല, അത് നോർമലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനതിൽ സെർച്ച് കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സെർച്ച് കോഡ് വഴിയും നിങ്ങൾക്ക് ഇതിനകത്ത് കയറി അതല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ സൈസോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പോരാവുന്നതാണ്. ഇനി അതൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് നമ്മൾ ഇതെല്ലാം തന്നെ വാട്സാപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം തന്നെ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. കാരണം വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. വാട്സാപ്പിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ടൈം റിപ്ലൈ വന്ന് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് മാത്രം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ അർത്ഥം വാട്സാപ്പിൽ കൂടെ സെയിലില്ല എന്നല്ല, നിങ്ങൾക്ക് കഴിയാത്തവർക്കായിട്ടാണ് നമ്മൾ വാട്സാപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ 500 എബോവ് വരുന്ന വീഡിയോ എല്ലാ ഷോപ്പിങ്ങിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്ത് തന്നെ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്കും 50 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇനി DTDCയോ സ്പീഡ് പോസ്റ്റോ അതെല്ലാം വേറെ ഏതെങ്കിലും കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിലും ഷോപ്പിലും അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടായ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെ SBI ബാങ്കിന്റെ തൊട്ടടുത്താണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI ബാങ്ക് ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും ഇത് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 AM മുതൽ 8 o'clock വരെയാണ്.
വീഡിയോ ഔട്ട് ആവുന്നത് ഞാൻ റണ്ണിങ് ഫാബ്രിക്കിന്റെ പറയുന്നത് പോലെ 7:30 AM മുതലാണ്. 7:30 AM, 8 AM, 8:30 AM അങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പിലാണ് വീഡിയോകളെല്ലാം തന്നെ ഔട്ട് ആകുന്നത്. 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടായി കഴിയുന്നതാണ്. നോർമലി ഒരു 3-4 റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയും പിന്നെ സാരി, സൽവാർ, കോട്ടൺ സൽവാർ സെറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ സാരികളൊക്കെ കുറേ അധികം പ്രൊക്യൂർ ചെയ്യാനുള്ളതിൻ്റെ ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ചധികം സാരികളുടെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടേംസ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.